തലസ്ഥാനത്തെ ആശാവർക്കർമാരുടെ സമരം 18ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധം ശക്തമാക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. വിവിധ ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ചും വരുന്ന തിങ്കളാഴ്ച നിയമസഭാ മാർച്ചും സംഘടിപ്പിക്കും. ആലപ്പുഴയിൽ ആശമാരുടെ കളക്ടറേറ്റ് മാർച്ചിന് ബദലായി CITU മാർച്ച് നടത്തും. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ, കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ്, ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP എന്നിവരുണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്, ഹാൻസ് ജോണിലേക്കാണ്. ഹാൻസ്, വിവിധയിടങ്ങളിൽ നിന്ന് ഭീഷണി അടക്കമുണ്ടായിട്ടും തങ്ങളുടെ ആവശ്യം നിറവേറുന്നത് വരെ സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് ആശാ വർക്കേഴ്സിന്റെ നിലപാട്. ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ്? തീർച്ചയായും ആതിര, പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ആശാവർക്കർമാർ കടക്കുന്നത്. ഇന്നിപ്പോൾ ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലും നാളെ കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും കളക്ടറേറ്റ് മാർച്ചുണ്ട്. ഇതിനോടൊപ്പം തന്നെ വരുന്ന തിങ്കളാഴ്ച മാർച്ച് 3-ന് നിയമസഭയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കാനാണ് ആശമാരുടെ തീരുമാനം. ഇത് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല രീതിയിൽ സർക്കാർ തങ്ങളുടെ സമരത്തെ അടിച്ച് തകർക്കാൻ അല്ലെങ്കിൽ സമരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ആശമാർ കടക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ ഉത്തരവ് വന്നിരുന്നു, എത്രയും പെട്ടെന്ന് ആശമാർ ജോലിക്ക് കയറണമെന്ന് ആവശ്യപ്പെട്ട്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മഹാസംഗമത്തിൽ പങ്കെടുത്തിരുന്നവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും സമരം വീണ്ടും 18ാം ദിവസത്തിലേക്ക് കടക്കുന്നു. പല ഉത്തരവുകളും സർക്കാർ പുറപ്പെടുവിക്കുന്നു, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നോട്ടീസ് ലഭിക്കുന്നു. പക്ഷേ നിങ്ങളിപ്പോഴും പ്രതിഷേധം ശക്തമാക്കുകയാണ്. 3-ാം തീയതി നിയമസഭയിലേക്ക് മാർച്ചുണ്ട്. എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. 3-ാം തീയതി നമ്മൾ നിയമസഭാ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ മഹാസംഗമത്തിൽ എത്തിയതുപോലെ ആശമാർ മുഴുവൻ ഇവിടെ എത്താൻ ഞങ്ങൾ ആശമാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. കൂടാതെ ഇന്ന് വരെ നമ്മളെ സമരത്തിൽ പിന്തുണച്ച മുഴുവൻ സംഘടനകളും, അത് വ്യക്തികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം അന്ന് സമരത്തിൽ അണിചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ നോട്ടീസ് ഇന്നലെ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകുന്നു. ഇതിനോടൊപ്പം തന്നെ ഇന്നും നാളെയുമായിട്ട് മറ്റു ജില്ലകളിലും കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു ജില്ലകളിലും ശക്തമായ രീതിയിൽ പ്രതിഷേധം കൂട്ടാനാണ് തീരുമാനം. തീർച്ചയായിട്ടും ഇവിടെ വന്ന് എത്തിച്ചേരാൻ പറ്റാത്ത പല കാരണങ്ങളാൽ എത്തിച്ചേരാൻ പറ്റാത്ത ആളുകൾ ജില്ലകളിലുണ്ട്. അവിടെയെല്ലാം പണിമുടക്കിക്കൊണ്ട് തന്നെയാണ് ആശാവർക്കർമാർ നിൽക്കുന്നത്. അപ്പം ജില്ലാതലങ്ങളിലും നമ്മൾ പ്രതിഷേധ പരിപാടികൾ എടുത്തിരിക്കുകയാണ്. അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ശക്തമായി സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആശമാർ ഇതിനോടകം പണിമുടക്കിൽ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ശക്തമായ പ്രതിഷേധങ്ങളിലും ജില്ലാതലങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. ഇതിൽ പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഇതിനോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക, പെൻഷൻ അനുവദിക്കുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആശമാർ സമരം ശക്തമാക്കുന്നത്. ആതിര. ശരി, ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ്. ആസിഫ് മുഹമ്മദുണ്ട് കൊച്ചിയിൽ നിന്ന്. ആസിഫ്, ഈ പറയുന്ന പോലെ ഇന്ന് അവിടെ കളക്ടറേറ്റ് മാർച്ചുണ്ട് എന്ന് മനസ്സിലാകുന്നു. CITUവിൻ്റെ ബദൽ മാർച്ചുമുണ്ട്, അങ്ങനെ തന്നെയല്ലേ? ആലപ്പുഴയിലാണ് അത്തരത്തിൽ സമരം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നടക്കുന്നത്. ആശാവർക്കറുടെ സമരവുമായി ബന്ധപ്പെട്ട് വിപുലമായ സമരപരിപാടികളും അല്ലെങ്കിൽ അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടികളും സംസ്ഥാനത്തൊട്ടാകെ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ കോൺഗ്രസിൻ്റെ അടക്കം പോഷക സംഘടനകളുടെ അടക്കമുള്ള നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പയിൻ മോഡലുള്ള ഒരു സമരം തന്നെ പ്രാദേശിക തലത്തിലടക്കം നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശാവർക്കർമാരുടെ സമരം ഇപ്പോൾ ദേശീയ തലത്തിലടക്കം വലിയ രീതിയിൽ ചർച്ചയായതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പമാണ് അത് രാഷ്ട്രീയമായി തന്നെ ആ സമരത്തിന് പിന്തുണ നൽകാനുള്ള ഒരു തീരുമാനം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും UDF അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും കളക്ടറേറ്റിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കളക്ടറേറ്റിന് മുമ്പിൽ സമാനമായ രീതിയിൽ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നിയമസഭാ മാർച്ചിനടക്കം പിന്തുണ പ്രഖ്യാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ഒരു സമരം അത് സർക്കാരിനെതിരായുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗം
ഭാഗമായി തന്നെ അതിന് വലിയ രീതിയിലുള്ള പ്രചാരണം നടത്താനും ആശാ വർക്കർമാർക്ക് പിന്തുണ നൽകാനുമുള്ള ഒരു തീരുമാനമാണ് UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ഇത്രയും ദിവസമായിട്ടും ചർച്ച പോലും നടക്കാത്ത സാഹചര്യം, LDF നേതാക്കൾ ഈ ഒരു സമരത്തെ കുറിച്ച് സംസാരിക്കുന്ന രീതി, ഇളമരങ്കരിയും അടക്കമുള്ളവർ ഈ സമരത്തിനെതിരെ സംസാരിച്ച രീതി അടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ആശാവർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിൽ ആശാവർക്കർമാർ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി, മധ്യകേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ആലപ്പുഴയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ സമരത്തിന് CITU ആ സമരത്തിന് എതിരെ നിൽക്കുന്നത് മാത്രമല്ല, സമരം നടക്കുന്ന സമയത്ത് തന്നെ അവർ ആ ഒരു സമരം അത് ചില അജണ്ടകളുടെ ഭാഗമായുള്ള സമരമാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ആ സമരത്തിനെതിരെ മറ്റൊരു സമരവുമായി അടക്കം പ്രതിഷേധ മാർച്ചുമായി അടക്കം രംഗത്തെത്തുന്ന സാഹചര്യം എന്നുള്ളതുണ്ട്. എന്തായാലും LDF-നെ സംബന്ധിച്ചോളം കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് പണം നൽകാത്ത അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF ഈ ഒരു ആശാവർക്കർമാരുടെ സമരത്തെ ആ ഒരു വിഷയത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതുമുണ്ട്. എന്തായാലും പ്രതിപക്ഷം കൂടുതൽ ഈ ഒരു സമരത്തിന് പിന്തുണ നൽകുകയും പ്രാദേശിക തലത്തിലടക്കം ഈ ഒരു സമരത്തിന് വ്യാപിപ്പിക്കാൻ ആവശ്യമായുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പമാണ് ഇന്ന് പല കളക്ടറേറ്റുകളിലേക്ക് ആശാവർക്കർമാരുടെ മാർച്ച്, നിയമസഭാ മാർച്ചിന് മുന്നോടിയായി നടക്കുന്നത്. പ്രാദേശിക തലത്തിലടക്കം ആശാവർക്കർമാരുടെ സമരം അത് തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ശരി, ആസിഫാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ദേവൻ MP കൂടി ചേരുന്നുണ്ട്. ദേവൻ, നമ്മൾ കണ്ടതാണ് പലതരത്തിൽ ആശാവർക്കർമാരെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ പറയുന്ന പോലെ CITU അടക്കം നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ ബദൽ മാർച്ച് അടക്കം CITU-വിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ സമരത്തെ എതിർക്കാൻ തന്നെയാണ് CITU-വിന്റെ തീരുമാനം, അല്ലേ? ആതിര, സമരത്തെ എതിർക്കുക എന്നതിനപ്പുറത്തേക്ക് ആശാവർക്കർമാർ ഉന്നയിക്കുന്ന അതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ആലപ്പുഴയിൽ ഈ കളക്ടറേറ്റ് പാസ്പോർട്ട് ഓഫീസ് മാർച്ച് CITU നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ ഒരു കാര്യം. ഇതുവരെ CITU അടക്കം അല്ലെങ്കിൽ മറ്റ് സംഘടനകളടക്കം ഉന്നയിച്ച ഓണറേറിയം വർദ്ധിപ്പിക്കുക, ESI, PF അടക്കമുള്ള ആനുകൂല്യങ്ങളിൽ ഒരു മാറ്റം വരുത്തുക, ഈ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ 17 ദിവസമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ആലപ്പുഴയിലും CITU ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ മാത്രമല്ല, ഇന്ന് സംസ്ഥാനത്തെ പല തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്കായിരിക്കുമെന്ന് CITU-വിന്റെ മാർച്ച് സംഘടിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമരത്തിൽ കഴിഞ്ഞ 17 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന ആശാവർക്കർമാരുടെ സമരത്തിൽ ഒരു രാഷ്ട്രീയ മാനം കൂടി കൈവരികയാണ് ഇപ്പോൾ CITU കൂടി സമരരംഗത്ത് വന്നതോടുകൂടി. കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴയിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്ന ഈ മാർച്ചിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CITU-വിന്റെ നേതാക്കൾ ഈ ആശാവർക്കർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു ശബ്ദ സന്ദേശം അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CITU-വിന്റെ ഭാഗമായി നിൽക്കുന്ന ആശാവർക്കർമാർ ഒരു കാരണവശാലും ഈ സംഘടനയുടെ സമരവുമായി പങ്കെടുക്കരുത്, അങ്ങനെ പങ്കെടുക്കേണ്ട ആളുകൾ CITU-വിൽ നിന്നും പിന്തിരിഞ്ഞ് മാറിക്കൊണ്ട് വേണം ഈ സമരത്തിൻ്റെ ഭാഗമാകാനെന്നാണ് ആ ഒരു ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞത്. മാത്രമല്ല, ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നു, അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണ് ആലപ്പുഴയിൽ ഇന്ന് CITU ഇത്തരത്തിലൊരു മാർച്ച് നടത്താൻ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെയാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ രണ്ട് മാർച്ചും ഈ നടക്കുന്നത് ആലപ്പുഴയിലെ ടൗണിൽ പാസ്പോർട്ട് ഓഫീസും കളക്ടറേറ്റ് ഓഫീസും തമ്മിൽ ഏകദേശം 250 മീറ്റർ ദൂരം മാത്രമാണ് വ്യത്യാസമുള്ളത്. ഈ രണ്ട് സമരം നടക്കുന്നത് ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ CITU-വിന്റെ സമരത്തിൽ പങ്കെടുക്കാനായി എത്തുന്ന ആശാ വർക്കർമാരോട് വെള്ളയും ചുവപ്പും വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എത്തണമെന്നും ജില്ലയിലെ മുഴുവൻ ആശാ വർക്കർമാരും ഈ സമരത്തിന്റെ ഭാഗമാകണമെന്നുള്ള നിർദ്ദേശവും സംഘടന നൽകിയിട്ടുണ്ട്. തീർച്ചയായും ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരത്തിന് വിവിധ തലത്തിൽ നിന്നുള്ള പിന്തുണ ഈ ഒരു സമരത്തിന് വരികയും ഒപ്പം തന്നെ അത് സർക്കാരിനെതിരെ എന്നുള്ള രീതിയിൽ അതിനൊരു വ്യാഖ്യാനം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് CITU കൂടി ഇപ്പോൾ സമരരംഗത്ത് വരുന്നത്. സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് CITU അവകാശപ്പെടുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് ലഭ്യമാക്കേണ്ടത്. ഏകദേശം 484 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകേണ്ടത്. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഇനി ഒരു വേതന വർധനവ് അല്ലെങ്കിൽ ഇവരുടെ ആനുകൂല്യങ്ങൾ ഒരു വർധനവ് ഉണ്ടാവുക എന്നാണ് CITU അവകാശപ്പെടുന്നത്. അത് നേടിയെടുക്കുക എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് CITU ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിലേക്ക് മാർച്ച് നടത്തുന്നത്. ഏതായാലും ആലപ്പുഴയിൽ രാവിലെ 10 മണിയോടുകൂടി തന്നെ ആയിരിക്കും ഈ രണ്ട് മാർച്ചും എത്തുക. ആശാ വർക്കേഴ്സ് തിരുവനന്തപുരത്ത് നടക്കുന്ന അതേ സംഘടനയുടെ ആശാ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ CITU-വിന്റെ നേതൃത്വത്തിലുള്ള മാർച്ചുമായിരിക്കും ഇന്ന് ആലപ്പുഴയിൽ സംഘടിപ്പിക്കുക. ആതിര.
ശരി, എന്തായാലും സമരം ഘടിപ്പിക്കുകയാണ് ആശാ വർക്കേഴ്സ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സമരം 18ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിവിധയിടങ്ങളിൽ നിന്ന് ഹാൻസ് ജോൺ, ആസിഫ് മുഹമ്മദ്, ദേവൻ MP എന്നിവർ.